രാമായണത്തിൽ ദശമസ്കന്ധം, ദശകം 37, കൃഷ്ണാവതാര പ്രസ്താവന. ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം, കൃഷ്ണാവതാരം, അതാണ് ഈ ദശകത്തിൽ വിശദീകരിക്കുന്നത്. ശ്ലോകം 1. സാന്ദ്രാനന്ദതനോ ഹരേ നനുപുര ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താഭികർമ്മശേഷവശദോ ഏതേന യാദാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിം പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതേ. മുമ്പ് നടന്ന ദേവാസുര യുദ്ധത്തിൽ ശ്രീഹരി വിഷ്ണുവാൽ വധിക്കപ്പെട്ട അനേകം അസുരന്മാർ മോക്ഷം ലഭിക്കാതെ അവരുടെ മുജ്ജന്മങ്ങളിൽ ചെയ്ത പുണ്യപാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാനായി ഭൂമിയിൽ ജനിച്ചു. ഈ അസുരന്മാരുടെ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി അവശയായി ദേവന്മാർ മുമ്പേ ആശ്രയിക്കുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ അസുരന്മാർ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചില മനുഷ്യർ അസുരന്മാരെ പോലെ ക്രൂരമായി സമൂഹത്തിൽ പെരുമാറുന്നത്. ഭഗവത്ഗീതയിൽ അത്തരം മനുഷ്യരെ ആസുരീ സമ്പത്തുള്ളവരെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അസുരന്മാർ മനുഷ്യരായി ജനിക്കുമ്പോൾ ആസുരഗുണം ഉണ്ടായിരിക്കും ആ മനുഷ്യരിൽ എന്നതും കൂടി ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുകയാണ്. ഇതെന്തായി ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ ചിലവർ ഉദ്ദേശിച്ച് പറയാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ പൂർവ്വജന്മമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അവർ അസുരന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുകൂടെ സന്ദേശം ഇന്ന് ലഭിക്കുകയാണ്. അടുത്ത് ശ്ലോകം 2. ആഹാ ദുർജനഭൂരിപാരമധിതാം പാദോ നിധോ പാദുക ഏതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാനി മാൻ ഇത്യാദി പ്രചുരപ്രലാപ വിവശ ആരോഗ്യദാദാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്യോപവന്തം ഹരേ. ഭൂമിദേവി അസുരന്മാർ സ്വയം ചെയ്ത പാപങ്ങളുടെ ഫലമായി മനുഷ്യരായി ജനിച്ചപ്പോൾ അവരുടെ അമിതമായ ഭാരം കാരണം ഞെരുങ്ങിക്കഴിയുകയാണെന്ന് വളരെയധികം സങ്കടത്തോടെ ബ്രഹ്മാവിനോട് പറഞ്ഞു. ഏത് നിമിഷവും താൻ സമുദ്രത്തിൽ പതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ഭൂമിദേവി പറഞ്ഞു. തൻ്റെ കഷ്ടപ്പാടിൻ്റെ ബാഹുല്യം ദേവന്മാരോട് ചോദിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് കൂടി ഭൂമിദേവി പറഞ്ഞപ്പോൾ തൻ്റെ ചുറ്റും നിൽക്കുന്ന ദേവന്മാരെയും ഭൂമിദേവിയെയും സൂക്ഷിച്ചു നോക്കിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് ധ്യാനിച്ചു. കാരണം ദുഷ്ടന്മാർ അധികമായാൽ ഭൂമിക്ക് ഭാരമാകും എന്ന് പറയും. ആ ഭാരം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അത് ആ ശരീരഭാരമല്ല, അവരുടെ മനസ്സിൻ്റെ ദുഷ്ടത. അത് കാരണം പലതും അവർ ചെയ്യുമല്ലോ ദുഷ്ടകർമ്മങ്ങൾ. അപ്പം അത് മനസ്സിന് താങ്ങാൻ പറ്റില്ല. മനുഷ്യ മനസ്സിന് ഒരു പരിധിവരെ മാത്രമേ ഇത്തരത്തിലുള്ള ദുഷ്ടകർമ്മങ്ങൾ സഹിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ചെന്നാൽ അത് താങ്ങാൻ പറ്റില്ല. അതാണ് ഇവിടെ ഭൂമിദേവി പറയുന്നത്. അസുരന്മാരുടെ ആ ദുഷ്ടകർമ്മങ്ങൾ കൊണ്ട് എനിക്ക് അവരടക്കമുള്ള ഈ ഭൂമിയെ താങ്ങാൻ വിഷമമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂമിദേവിയുടെ അഭിപ്രായം വിശകലനം ചെയ്യുമ്പോൾ ദുഷ്ടന്മാരുടെ, അതായത് പാപികളുടെ ശരീരഭാരം തുലാസിൽ തൂങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭാരം മാത്രമല്ലെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ മുജ്ജന്മങ്ങളിൽ ചെയ്തതും ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടുന്നതുമായ പാപകർമ്മങ്ങളും അവരുടെ സ്വതേയുള്ള ശരീരഭാരത്തെക്കാളും കൂടുതലായി ഭൂമിദേവിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കുക. ആ നിലയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ശരീരഭാരം വളരെ ലഘുവായി മാത്രമേ ഭൂമിദേവിക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഒന്നും ചെയ്യാത്തവരോടും ദുഷ്ടകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരോടും സാധാരണയായി പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നത്? ഈ തത്വത്തിൻ്റെ ചുരുക്കം. ശ്ലോകം 3. ഊജേജാംബുജ ഭൂരമുനയീശ്വര സത്യം ദരിദ്ര്യാവചോ നന്യസ്യാഭവതാം ജരക്ഷണവിദോ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേ ജവാദിദിയയോ
സാഗം തവാകേതനം. ഭൂമിദേവി പറഞ്ഞ കാര്യം സത്യമാണെന്ന് ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു. ഭൂമിദേവിയും ദേവന്മാരെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ മഹാവിഷ്ണു തന്നെയാണ് വിദഗ്ധൻ, യാതൊരു സംശയമില്ല. ശ്രീ പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഉടനെ തന്നെ പാലാഴിയിൽ ചെന്ന് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കണമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. മഹാവിഷ്ണുവാണല്ലോ സംരക്ഷകൻ. ആ സംരക്ഷകൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ ഒരു നിവേദനം സമർപ്പിക്കുക. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തു തരും എന്ന വിശ്വാസമാണ്. അടുത്തത് ശ്ലോകം 4. തേ മുഗ്ധാനിലശാലി ദുഗ്ധജലതേ തീരം ഗദാസങ്കദാ യാവത്ത്വത്പദചിന്തനൈകമനസ താവത്സപാദോജപൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാ ആനന്ദയന്നോ ജീവാ ആഖ്യാതപരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. പരമശിവനും ബ്രഹ്മാവും ഭൂമിദേവിയും ദേവന്മാരും മന്ദമായി വീശുന്ന കുളിർക്കാറ്റേറ്റ് പാലായുടെ തീരത്തെത്തിച്ചേർന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങളെ മാത്രം ധ്യാനിക്കുന്നതിൽ മനസ്സ് ഏകാഗ്രമാക്കി എല്ലാവരും ഒന്നിച്ചു നിന്നു. ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ തിരുമുഖമൊഴി അരുളപ്പാട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു. അതെന്താണെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി എല്ലാവരെയും ആനന്ദിപ്പിച്ചു. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു, പരമാത്മാവ് എന്നോട് നേരിട്ട് പറഞ്ഞു, ആ പറഞ്ഞ് നിങ്ങൾ കേൾക്കുക. അതായത് പാലാഴിയിൽ ചെന്ന് നിവേദനം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്വീകർത്താവ്, അതായത് വിഷ്ണു, തൻ്റെ അഭിപ്രായം സൂക്ഷ്മ ശബ്ദത്തിൽ നിവേദകനായ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു എന്നാണ് പറയുന്നത്. പ്രതിധ്വനിപ്പിച്ചു. ഭട്ടതിരിപ്പാടിൻ്റെ ആവിഷ്കാര ശൈലി ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ളത് എങ്ങനെ ഭഗവാൻ ഉൾക്കൊള്ളുന്നു, ആ ഉൾക്കൊണ്ടതിന് ശേഷം നമ്മുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു എന്നതിൻ്റെ ഒരു നൂതനമായ ഒരു ശൈലിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശ്ലോകത്തിലുണ്ട്. അടുത്തത് ശ്ലോകം 5. ജാനേ ദീനദശാമഹം ദിവിശതാം ഭൂമേശ്ച ഭീമേ നിഭേഹി തച്ഛേഭായ ഭവാമി യാദവകുലേ സോഹം സ്വമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനോ മത്സേവാർത്തമിതി ത്വദീയവചനം പാദോജപൂരുജിവാൻ. ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ തൻ്റെ ഉള്ളിൽ പ്രതിധ്വനിച്ച ഭഗവാന്റെ തിരുമൊഴികളെപ്പറ്റി ദേവന്മാരോടും ഭൂമിദേവിയോടും പരമശിവനോടും പറഞ്ഞു. ദേവന്മാരും ഭൂമിദേവിയും ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊണ്ട് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ഞാൻ നന്നായി അറിയുന്നു. അതിനെപ്പറ്റി പൂർണ്ണബോധമുള്ള ഞാൻ തന്നെ ദുഷ്ടരാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ പരിപൂർണ സ്വരൂപനായി പൂർണ്ണാവതാരം സ്വീകരിച്ച് യാദവകുലത്തിൽ അവതരിക്കുവാൻ ഭാവിക്കുന്നു. ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ സഹായിക്കുവാനും സേവിക്കുവാനും വിഷ്ണുകുലത്തിൽ അവരവരുടെ ചൈതന്യാംശത്താൽ ജനിക്കണം. ഭഗവാന്റെ ആ അവതാരം, ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ആ ആദ്യ രംഗത്തെ പറ്റിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. യാദവകുലത്തെ തന്നെയാണ് വിഷ്ണുകുലം എന്ന് പറയുന്നത്. കാലജംഘന്മാരുടെ ജ്യേഷ്ഠപുത്രനായ വീതിഹോത്രൻ്റെ പുത്രൻ മധു, മധുപുത്രൻ വിഷ്ണു, മധുവിൽ നിന്നും ജനിച്ചവരെ മാധവനെന്നും വിഷ്ണുവിൽ നിന്ന് ജനിച്ചവരെ വിഷ്ണുകളെന്നും പറയുന്നു. രണ്ടു വംശത്തെയും യാദവംശം എന്ന് തന്നെയാണ് പറയുന്നത് എന്ന കാര്യം കൂടി ഭക്തന്മാർ ശ്രദ്ധിക്കുക. നമസ്തേ.